എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവൻ കോനോനുമായിട്ട് ഇപ്പൊ നല്ല രീതിയിൽ മത്സരിക്കുകയാണ്. ഹീറോയുടെ കഴിവും മത്സരിക്കാനുള്ള അവന്റെ ആർജവമൊക്കെ കാണുമ്പോൾ കോനോനും ഇപ്പൊ ഭയങ്കരമായിട്ട് ആവേശവും. അങ്ങനെ അവർ രണ്ടുപേരും കട്ടയ്ക്ക് മത്സരിച്ച് ഒരുപോലെ ജയിക്കുകയാണ്. ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ പന്നിത്തലേനും ചെമ്പുമുടിയനും അവർക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് അസൂയൊക്കെ തോന്നും. അവരങ്ങനെ വായിൽ വെള്ളം ഊറി അവരുടെ പവറൊക്കെ നോക്കിക്കണ്ട് ആസ്വദിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഡീമൺസ് അവരെല്ലാവരും ഒരു മീറ്റിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് ഒത്തുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ 12 ക്യൂസിക്കി ടീമിലെ ലോവർ റാങ്കിലുള്ള 5 ഡീമൺസിനെ അവിടേക്ക് വിളിച്ചിരിക്കുകയാണ്. അവിടേക്ക് വന്ന ഡീമൺസ് എല്ലാവരും പരസ്പരം നോക്കുകയാണ്. ആരാണ് അവർ ഇവിടേക്ക് വിളിച്ചതെന്ന് അവർക്കറിയില്ല. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു അപ്പർ റാങ്ക് ഡീമനെ അവർ കാണുക. അവന്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതാണെങ്കിൽ അവൻ വായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവർ ആ മ്യൂസിക് ഒക്കെ കേട്ട് അവനെ തന്നെ നോക്കി നിൽക്കും. റൂം ഔട്ട് ചെയ്ത് ആ വലിയ കാസ്റ്റിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇപ്പൊ നമുക്ക് കാണിച്ചു തരും. ഡീമണാണെങ്കിൽ നിർത്താതെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഡീമൺസ് എല്ലാം മെയിൻ ഡീമൺ വായിക്കുന്ന മ്യൂസിക് ഒക്കെ കേട്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഒത്തുകൂടും. അവർ ചുറ്റും നോക്കും. അവിടെ മറ്റാരെയും കാണാനില്ല. ായിരിക്കും അവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ലേഡി അവിടേക്ക് വരിക. അവർ ആ ലേഡിയെ കണ്ട് ഇവരാരാണ്, ഇവരും നമ്മളെ പോലെ 12 ക്യൂസിക്കിയിലുള്ള ഡീമൺ ആണോ എന്നൊക്കെ പരസ്പരം ചോദിക്കും. അവരെങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ ലേഡി അവൾ ഉച്ചത്തില് അവരോട് എല്ലാവരോടായിട്ട് പറയും, നിങ്ങൾ എല്ലാവരും എത്രയും വേഗം മുട്ടുകുത്തി തലകുനിച്ച് എന്നെ വണങ്ങണം. ഞാൻ നിങ്ങളെ കഴിഞ്ഞൊക്കെ സീനിയറാണ്. ഒരല്പമെങ്കിലും ബഹുമാനം എനിക്ക് തന്നൂടെ. അത് കേട്ട് അവരും ഇപ്പൊ മുട്ടുകുത്തി അവളെ വണങ്ങി നിൽക്കുകയാണ്. ഉടനെ അതിലൊരു ഡീമണാണെങ്കിൽ ഇപ്പോൾ താണു വണങ്ങി ആ ലേഡിയോട് പറയും, മൂസാൻ, നിങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ കൊണ്ടാകില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഇങ്ങനെയൊരു ട്രാൻസ്ഫർമേഷൻ അത് കാണുന്നത്. അത് കേട്ട ലേഡി മൂസാൻ ആൾ ടെൻഷനായിട്ട് ആ ഡീമനോട് പറയും, നിന്നോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പെർമിഷൻ കൂടാതെ സംസാരിക്കാൻ പാടില്ല. മൂസാൻ ആണെങ്കിൽ ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. റോയി ഡീമനെ ആ ഡീമൺ സ്ലേയേഴ്സ് കൊന്നു. ലോവർ റാങ്ക് ഡീമൺസ് എല്ലാവരും വെറും വേസ്റ്റ് ആണ്. അതിനവരാണെങ്കിൽ തല താഴ്ത്തി മൂസാനോട് പറയും, ഞങ്ങളുടെ കഷ്ടപ്പാട് അത് ഞങ്ങൾക്കേ അറിയൂ. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഡീമൺ സ്ലേയേഴ്സിനോട് എല്ലാം തന്നെ ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കുന്നത്. അത് കേട്ട് മൂസാൻ വമ്പം കലിപ്പില് അവന്റെ അടുത്തേക്ക് വരും. ആളുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരികയാണ്. ആ ഡീമൻ ഓടി വന്ന് ഇപ്പൊ മൂസാന്റെ കാൽക്കലിൽ വീഴും. പ്ലീസ് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. പക്ഷെ മൂസാൻ ആണെങ്കിൽ അത് ക്ഷമിക്കാൻ തയ്യാറാവാതെ അവനെ പിടിച്ചു വലിച്ചു കയറി കൊല്ലുകയാണ്. അവൻ ചോര തുളുമ്പി ക്ഷണനേരം കൊണ്ട് അവിടെ മരിക്കുന്നത് കണ്ട് ബാക്കിയുള്ള ഡീമൻസ് പേടിച്ച് വിറച്ചിരിക്കും. മൂസാൻ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ആ ഹാസിറാസിനെ കണ്ട് ഇങ്ങനെ പേടിക്കുന്നത്? അവറ്റകളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഡീമൺസിന്റെ അത്രയും പവറോ കഴിവോ ഒന്നും അവറ്റകൾക്കില്ല. അത് കേട്ട് വേറൊരു ഡീമൺ പറയും, ഞങ്ങൾക്ക് ആർക്കും അവരെ യാതൊരു പേടിയുമില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാവരും ആ ഹാസിറാസിനോട് ഫൈറ്റ് ചെയ്യുന്നത്. അത് കേട്ട് മൂസാൻ, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് എതിർത്ത് സംസാരിക്കും ചോദിച്ച് അവനെയും ഒറ്റയടിക്ക് കൊല്ലും. അത് കണ്ട് വേറൊരു ഡീമൺ ആണെങ്കിൽ പേടിച്ച്, ഇവിടെ നിന്നാ എനിക്ക് ശരിയാവില്ല, ഇത്രയും വേഗം എനിക്ക് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് വമ്പ സ്പീഡിൽ പുറത്തേക്ക് ചാടി ഓടുകയാണ്. അല്പസമയം കഴിയുമ്പോൾ മൂസാന്റെ കയ്യിൽ അവന്റെ തല ചോര തുളുമ്പി ജീവനറ്റ് അതങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അവിടെയാണെങ്കിൽ മുഴുവൻ ബ്ലഡ് അങ്ങനെ ചീന്തി തെറിച്ച് കിടക്കുകയാണ്. മൂസാൻ ഇപ്പൊ ബാക്കിയുള്ള രണ്ട് പേരോട് ചോദിക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? അതിലൊരുത്തം പറയും, നിങ്ങളുടെ ഒരല്പം കൂടെ ബ്ലഡ് എനിക്ക് തായോ, അതുപയോഗിച്ച് കൂടുതൽ സ്ട്രെങ്ത് കിട്ടി ഇനിയും ഒരുപാട് പേരെ കൊല്ലാൻ കഴിയും. മൂസാൻ ആണെങ്കിൽ അവനെയും വെട്ടി വീഴ്ത്താണ്. നീ എന്റെ ബ്ലഡ് എന്നോട് തന്നെ ചോദിക്കാൻ മാത്രം വളർന്നു അല്ലേ, ഇനി നീ ജീവിക്കണ്ടെന്ന് പറഞ്ഞ് അവനെ നശിപ്പിച്ചു കളയാണ്. അവസാനമായിട്ട് ഒരു പെൺകുട്ടി, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കും. പക്ഷെ അവളാണെങ്കിൽ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ ഇട്ടുകൊടുത്ത് ആ മൂസാനോട് പറയും, ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. അങ്ങയുടെ കൈകൊണ്ട് മരണം ഏറ്റുവാങ്ങാൻ എനിക്ക് 100% സന്തോഷം മാത്രമേ ഉള്ളൂ. മൂസാൻ ആണെങ്കിൽ അതിൽ ഇംപ്രസ്ഡ് ആവും. അവന്റെ കുറെ കൂടെ പവർ അവൾക്ക് കൊടുക്കുകയാണ്. നീ ആ ഹാസിറാസിനെ എല്ലാം കൊല്ലണം. ആനാഫൂടെ ഇറങ്ങിട്ട ഒരു പയ്യനുണ്ട്, അവനെ കൊല്ലുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഒരുപാട് പവറുകൾ തരും. ആ ലേഡി ഡീമൻ ആണെങ്കിൽ വീണ്ടും ഇൻസ്ട്രുമെന്റ് വായിക്കും. ആ ഒരു പെൺകുട്ടി എവിടേക്കോ വീഴുകയാണ്. വീഴുന്ന സമയം അവരുടെ മനസ്സിൽ ഇപ്പൊ ടാൻജറയുടെ ഫേസ് അതങ്ങനെ തെളിഞ്ഞു വരും. എങ്ങനെയെങ്കിലും ഇവനെ കണ്ടെത്തി കൊല്ലണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയെയും അവന്റെ ഫ്രണ്ട്സിനെയും കാണിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് കാക്ക പറന്നു വരും. കാക്ക പറയും, ഒഗൈൻ ട്രെയിനിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. നിങ്ങളുടെ അടുത്ത മിഷൻ അത് അവിടെയാണ്. അവിടേക്ക് പോയി അതിന്റെ കാരണം കണ്ടെത്തണം. ുള്ള ആ ടീമിനെ അത് നിങ്ങൾ നശിപ്പിക്കണം. ഷിനോബു മാസ്റ്ററും ചേർന്ന് ഇപ്പൊ അവരെ 3 പേരെയും ആ മിഷൻ അയക്കുകയാണ്. ഷിനോബു ആണെങ്കിൽ മാസ്റ്ററിനോട് പറയും, ടാൻജിറോയും അവന്റെ ഫ്രണ്ട്സും പഴയതുപോലല്ല, അവരിപ്പോ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ടാൻജിറോയെ ഏതോ ഒരുത്തിന് ഇടിക്കുകയാണ്. ടാൻജിറോ
അത് ആരാണെന്ന് നോക്കും. അത് മറ്റാരുമല്ല, ഫൈനൽ സെലക്ഷനിൽ ടാൻജറോ ആയിട്ട് ഫൈറ്റ് ചെയ്ത അതേ ലവൻ. ഹീറോ ആണെങ്കിൽ നിലവിളിച്ച് അവനോട് ചോദിക്കും, ഹലോ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അതിനവനാണെങ്കിൽ ഹീറോയെ മൈൻഡ് പോലും ചെയ്യാതെ അവിടുന്ന് കടന്നു പോവാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വരും. ഹീറോ ആണെങ്കിൽ അവളെ വിളിച്ച് താങ്ക് യു വെരി മച്ച്, നീ നന്നായിട്ട് എനിക്ക് ട്രെയിനിങ് തന്നു, അതുകൊണ്ടാണ് എനിക്കെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ പെൺകുട്ടിക്കാണെങ്കിൽ ഹീറോയെ കാണുമ്പോൾ കുറച്ച് ദേഷ്യം വരും. എനിക്ക് ഒരു ബാറ്റിലും ജയിക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ അത്ര വലിയ ഹാപ്പി ഒന്നും അല്ല എന്ന് പറഞ്ഞ് അവൾ ഹീറോയെ ഡിസപ്പോയിന്റ് ചെയ്യാണ്. പക്ഷേ ഹീറോ ആണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ സാക്ഷാൽ കോനോന്റെ അടുത്തേക്ക് വരും. അവൻ കോനോനോടും നന്ദി പറയാണ്. കോയിൻ ടോസ് ചെയ്തതിന് ശേഷം ഹീറോയോട് പറയും, നീ എന്നോട് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ മാസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞ കാര്യം അത് മാത്രമാണ് ഞാൻ ചെയ്തത്, അതിൽ എനിക്ക് ആരുടെയും കടപ്പാടിൻ്റെ ആവശ്യമൊന്നുമില്ല. ടാൻജറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, കാരണം ആദ്യമായിട്ടാണ് കോനോൻ അവനോട് സംസാരിക്കുന്നത്. വാവ്, നിന്റെ സൗണ്ട് അതിപ്പോഴെങ്കിലും എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചല്ലോ. പക്ഷെ നീ എന്തിനാ എപ്പോഴും ടോസ് ചെയ്ത ഓരോ കാര്യങ്ങൾ പറയണേ? അതിനവൾ പറയും, ഞാൻ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ കോയിനിൽ ടോസ് ചെയ്തിട്ടാണ്. അതിന് ഹീറോ ആ കോയിൻ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഇപ്പൊ അവളോട് പറയും, ഞാനിത് ടോസ് ചെയ്യാൻ പോവാണ്. ഹെഡ് വരികയാണെങ്കിൽ ഇനി മുതൽ നീ കോയിൻ ടോസ് ചെയ്ത് ഒരു തീരുമാനങ്ങളും അല്ലെങ്കിൽ ഒരു മറുപടിയും ആരോടും പറയാൻ പാടില്ല. നിന്റെ മനസ്സിൽ എന്ത് വരുന്നോ അത് മാത്രമേ പറയാൻ പാടുള്ളൂ. അതല്ല വീണ്ടും ടെയിലാണ് വരുന്നതെങ്കിൽ നിനക്ക് പഴയതുപോലെ ഈ കോയിൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ ഇപ്പോൾ അത് ടോസ് ചെയ്യും. ടാൻജറോ ആണെങ്കിൽ ടോസ് ചെയ്ത കോയിൻ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവളും ആകാംക്ഷയോടുകൂടെ ടാൻജറോയുടെ കയ്യിലേക്ക് നോക്കും. വീണത് അവൻ പറഞ്ഞ പോലെ തന്നെ ഹെഡാണ്. അവളാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ടാൻജറോയ്ക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷം. അവനാണെങ്കിൽ തുള്ളിച്ചാടുകയാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ നിന്റെ മനസ്സ് പറയുന്നത് പോലെ വേണം നീ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവും. മാത്രമല്ല നമ്മുടെ ടാൻജറോയെ കണ്ട് ചില പ്രത്യേക ഫീലിങ്സ് ഒക്കെ അവളുടെ മനസ്സിലേക്ക് വരികയാണ്. അവള് അനുരാഗ ചിത്തയായി തല താഴ്ത്തി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാർ 3 പേരും, പന്നിത്തലേനും ചെമ്പമുടിയനും നമ്മുടെ ഹീറോയും, അവർ 3 പേരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പുതിയ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സന്തോഷത്തിൽ അവിടുന്ന് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. പന്നിത്തലേനാണെങ്കിൽ ഒരു ട്രെയിൻ സെൻസ് ചെയ്യും. യെസ്, എനിക്ക് ഉറപ്പാണ് 100% ഇതിൽ വൃത്തികെട്ട ഒരു ഡീമൺ തന്നെയാണ് ഉള്ളതെന്ന് പറഞ്ഞ് അവൻ ഓടി വന്ന് അവന്റെ തല വെച്ച് ആ ട്രെയിനിൽ ആഞ്ഞെട്ടിക്കും. അപ്പോൾ കുറച്ച് പോലീസ് ഓഫീസേഴ്സ് അവിടേക്ക് കടന്നു വരുന്നത് കാണും. അത് കണ്ട ഹീറോ ആണെങ്കിൽ ചെമ്പമുടിയനെയും പന്നിത്തലേനെയും പിടിച്ചു വലിച്ച് അവിടുന്ന് മുൻപോട്ടേക്ക് ഓടിപ്പോവും. ഹീറോ അവരെ 2 പേരെയും ഒരു ഭാഗത്ത് കൊണ്ടുപോയി നിർത്തും. നമ്മള് അൺഒഫീഷ്യൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡീമൺ സ്ലയേഴ്സിന്റെ വർക്ക് അതാരും തന്നെ മനസ്സിലാക്കാനോ കാണാനോ തിരിച്ചറിയാനോ പാടില്ല. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം എങ്ങനെയുള്ള സമയത്തെന്ന് പറഞ്ഞ് ആ സ്ക്വാഡ് മറച്ചു വെക്കാൻ പറഞ്ഞ് അവര് 3 പേരും ആരുടെയും കണ്ണിൽ പെടാതെ ഓടുന്ന ട്രെയിനിലേക്ക് ചാടി ഓടി കയറും. ചെമ്പമുടിയനാണെങ്കിൽ ഹീറോയോട് ചോദിക്കും, നീ എന്തിനാ നാസുകയെ കൊണ്ടുവന്ന് അവള് നിനക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ സേഫായി ഇരുത്താമായിരുന്നില്ലേ? അതിന് ഹീറോ പറയും, ഞാൻ എവിടെ പോയാലും എവിടേക്ക് വന്നാലും എൻ്റെ കൂടെ ഇവളുണ്ടാവും. കട്ട് ചെയ്ത ആ ഫ്ലെയിം ഹാസിറയും മൂസാൻ വിട്ട ആ ഒരു ഡീമനും അവർ 2 പേരും റെഡി ആയിട്ട് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.